കണ്ടു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ നമ്മൾ സ്തംഭിച്ചു നിന്ന കാഴ്ചകൾ. പക്ഷേ മഹാപ്രളയം അതൊന്നു മാത്രം. 100 വർഷം മുൻപ് ജൂലൈ മാസത്തിലുണ്ടായ മഹാപ്രളയം. 1924 ജൂലൈ മാസത്തിലെ ആ പ്രളയം. കൊല്ലവർഷം 1099. ഒരു പ്രദേശം മുഴുവൻ വെള്ളമെടുത്ത 99-ലെ വെള്ളപ്പൊക്കം. കേരളത്തിന്റെ അതിരുകൾ തിരുത്തി എഴുതപ്പെട്ടു. 3 ആഴ്ചയോളമാണ് മഴ തോരാതെ പെയ്തത്. മലവെള്ളത്തിലും കടൽ വെള്ളത്തിലും ദിവസങ്ങളോളം മധ്യ തിരുവിതാംകൂറും കൊച്ചിയും ആണ്ടു കിടന്നു. മഴ തുടങ്ങിയത് ജൂലൈ 17-ന്. 3 ആഴ്ചയോളം മഴ നിർത്താതെ പെയ്തു. പേമാരി. നാടൊന്നാകെ വെള്ളത്തിൽ മുങ്ങി. കുടിലുകൾ, വൻമരങ്ങൾ, മൃഗങ്ങൾ എല്ലാം ഒഴുകി നടന്നു. ഒരു തെങ്ങിന്റെയൊക്കെ ഉയരത്തിൽ വെള്ളം നിറഞ്ഞിരുന്നു അത്രേ. മരിച്ച മനുഷ്യരുടെ കണക്ക് 1000-ലധികമാണ്. തിരുവിതാംകൂറും കൊച്ചിയും വടക്ക് കോഴിക്കോടും എല്ലാം വെള്ളത്തിലായി. പെരിയാറിന്റെ കൈവഴികൾ നിറഞ്ഞു. പെരിയാർ നാടുകളെ മുക്കി. ആലപ്പുഴ മുഴുവനായും ഇന്ന് നമ്മൾ കാണുന്ന എറണാകുളത്തിന്റെ 4/3 പ്രദേശവും പ്രളയത്തിൽ മുങ്ങി. കിഴക്ക് നിന്ന് മലവെള്ളവും തെക്ക് അറബിക്കടലും നാടിനെ നിറച്ച ആ കാലം. അന്ന് അണക്കെട്ടും കനാലുകളും ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. ആകെ ഉണ്ടായിരുന്നത് മുല്ലപ്പെരിയാർ. അതാകട്ടെ വെള്ളപ്പൊക്കത്തിന്റെ കാഠിന്യം കൂട്ടി. മഴയ്ക്കൊപ്പം കടലും കോളിളകി. തീരത്തെ കുടിലുകൾ കടലെടുത്തു. പെയ്ത മഴയേക്കാൾ പുഴകളിലൂടെ ഒഴുകിയെത്തിയ വെള്ളമാണ് എല്ലാം നഷ്ടത്തിലാക്കിയത്. മൂന്നാറിനെ മുക്കിയ പ്രളയം. നാടാകെ പുഴകൾ വഴിമാറിയൊഴുകി. വീടുപേക്ഷിച്ചു പോയവർ തിരികെ എത്തിയപ്പോൾ അവിടെ വീടുകൾക്ക് പകരം കണ്ടത് പുഴകളായിരുന്നു. ഗ്രാമങ്ങൾ തന്നെ ഇല്ലാതായി. കൃഷിയും ഉപജീവനവും മുടങ്ങി. അന്നത്തെ ആ കാലവും പക്ഷേ കടന്നുപോയി.